നമ്മൾ ഈവനിങ് അന്തിച്ചർച്ചകൾ അല്ലെങ്കിൽ TV ന്യൂസ് ചാനൽസിലൊക്കെ ഡിബേറ്റ്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പലപ്പോഴും ഈ ഡിബേറ്റ്സിലിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, ആങ്കർ ബയാസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു, ആങ്കർ നിഷ്പക്ഷനല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ചില വാക്കുകൾ. ചിലരൊക്കെ വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, സമദൂരം. ആ വാക്കിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, അത് വളരെ ഫേമസ് ആയിട്ടുള്ള വേർഡാണ്. ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ആസ്പദമാക്കി അത് വളരെ ഫേമസ് ആണ് നമ്മുടെ കേരളത്തിലൊക്കെ. സോ അത്തരം ഈ സമദൂരം, ബയാസ്ഡ് അല്ലെങ്കിൽ നിഷ്പക്ഷം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ട്രേഡേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ടോപ്പിക്സ്. ഓക്കെ, അതിനെ ചുരുക്കി പറയുന്നതാണ് ബയാസ് അല്ലെങ്കിൽ ചായ്വ് എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ചായ്ഞ്ഞ് നമ്മുടെ മൈൻഡ് സെറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ എന്താ പറയുക പല സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. ഇൻ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലും എന്താണ് ബയാസസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ അത് ഏതൊക്കെ തരം ബയാസസ് ആണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത് എന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ആത്മപരിശോധന നടത്തണം. വൺ തിങ്, അതിനെന്ത് വേണം, നിങ്ങളൊരു പേപ്പറും പെന്നും അല്ലെങ്കിൽ ഒരു നോട്ട് പാഡും പെന്നും കയ്യിൽ വെച്ചേക്കുക. നമ്മൾ ഈ പറയുന്ന പോയിൻറ്റ്സ് ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ ഈ പറയാൻ പോകുന്ന ബയാസസ് ഏതൊക്കെയാണ്, അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടും, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഞാൻ ഇതിലൊന്നിനും പെടുന്ന ആളല്ല, ഞാൻ പ്രോപ്പറായിട്ട് ആസ് പെർ എന്താ പറയുക റിയൽ ടൈം സിറ്റുവേഷൻ അല്ലെങ്കിൽ ആസ് പെർ ദ റിക്വയർഡ് ആക്ഷൻ ഐ ആം ടേക്കിംഗ് മൈ ട്രേഡ്സ് എന്നാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ യു ആർ വെൽ ആൻഡ് ഗുഡ്. സോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ ശ്രമിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയാസിനെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ബിഫോർ ദാറ്റ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, പുതിയ മെമ്പേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ചിലരോട് കൂടുതൽ ഇഷ്ടം തോന്നും, ചിലരോട് നമുക്ക് എത്ര തന്നെ അവർ നമ്മളോട് നല്ലത് ചെയ്താലും ഇല്ല മോശം ചെയ്താലും അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് അവരോട് വിരോധം സ്വാഭാവികമായിട്ട് ഉടലെടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂവിൽ പിൽക്കാലത്ത് മുന്നേ സംഭവിച്ച എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്ക് അവരോട് വെറുപ്പ് തോന്നുന്നവരുണ്ടാവും. അവരൊക്കെ എന്ത് നല്ലത് ചെയ്താലും എന്ത് തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ കണ്ണിൽ അല്ലെങ്കിൽ ശരി ഇപ്പോൾ നമുക്ക് വെറുപ്പ് വരുന്ന കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കൂ, നമ്മളെ വെറുക്കുന്നവർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ എന്തൊക്കെ തന്നെ അവർക്ക് നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ കുറ്റം പറയുന്നു. ഉദാഹരണത്തിന് വേറെ ഒരിടത്തും പോകണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇപ്പോൾ മുതിർന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒന്നിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും വൈഫ് നമ്മളെ കുറ്റം പറയുന്ന വൈഫ് ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ വൈഫാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും ഹസ്ബൻഡ് കുറ്റം പറയുന്നവരുണ്ടായിരിക്കാം. അവർ നമ്മളോട് വെറുക്കുന്നവരെന്ന അർത്ഥമല്ല. ഇനി കുട്ടികളൊക്കെ ആണെങ്കിൽ മുതിർന്ന പാരൻസ് ഉള്ളവരാണെങ്കിൽ അവരെന്താ കുട്ടികൾ തന്നെ കുട്ടികൾ എന്തൊക്കെ ചെയ്താലും ശരി പാരൻസ് കുറ്റം പറയുന്നു എന്ന് ഫീൽ ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. അല്ലെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലൊക്കെ ലൈഫ് എക്സാമ്പിൾസ് നമുക്കുണ്ടാകാം. ഇത്തരം തോന്നലുകളെ പറയുന്ന പേരാണ് എന്താണ് കൺഫർമേഷൻ ബയാസ്. നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ എന്ത് ചെയ്താലും അവർ മോശമേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെ നല്ലത് ചെയ്താലും നമ്മളെപ്പറ്റി നല്ലത് പറയത്തില്ല എന്ന് നമ്മളെ ബന്ധുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇത്തരം ബയാസിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഇവിടെ ഷെയർ മാർക്കറ്റിൽ ആപ്ലിക്കബിൾ ആണ്? ചില ട്രേഡേഴ്സിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ചില വ്യൂസ് അവരുടേതായിട്ടുള്ള രീതിയിൽ കൺഫേം ചെയ്ത് വച്ചേക്കും മൈൻഡ് സെറ്റിൽ. ഇന്ന സ്റ്റോക്കാണെങ്കിൽ ഇന്ന രീതിയിൽ പോകും, ഇന്ന സ്റ്റോക്കാണെങ്കിൽ ഏത് ബേസിസ് ഓൺ സർട്ടൻ ന്യൂസസ് അവർ കേട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് അറിയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്, അവരുടെ ഉള്ളിലൊരു ധാരണ, അതായത് വിത്തൗട്ട് ഹാവിങ് എനി കൈൻഡ് ഓഫ് സ്റ്റഡീസ്, എനി കൈൻഡ് ഓഫ് ഫൗണ്ടേഷണൽ ബേസിസ്, ഒരു തരത്തിലും നമ്മൾക്ക് യാതൊന്നും എന്താ പറയുക അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാതെ അല്ലെ ആധികാരികമായിട്ട് അതിനെ പഠിക്കാണ്ട് നമ്മൾ
ഒരു വിധി എഴുതുന്നത് ഇന്ന സ്റ്റോക്കിൻ്റെ പുറത്ത് നമ്മൾക്ക് ബെറ്റ് ചെയ്യാം, അതിൽ ഇൻ ദ സെൻസ് നമുക്ക് ട്രേഡ് ചെയ്താൽ ഞാൻ ഇന്ന സ്റ്റോക്കിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ഞാൻ എൻ്റെ വ്യൂ ഇതാണ് എന്ന് പറയുന്നത് കൺഫേം ചെയ്യുന്ന ഒരു രീതിയാണ് കൺഫർമേഷൻ ബയാസ്. അത് ശരിയാണോ തെറ്റാണോ, ഞാൻ ശരിയെന്ന് പറയാനും വാദിക്കാൻ ആളല്ല, തെറ്റെന്ന് പറയാനും വാദിക്കാൻ ആളല്ല, അതൊരു കൈൻഡ് ഓഫ് ബയാസ് ആണെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ബയാസ് ഉണ്ട്. അവരുടെ എന്താണ് വലിയ എക്സ്പേർട്സ് ആണെന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവാം. നമ്മൾ പല യൂട്യൂബ്സിലും പല വീഡിയോസിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഈവൻ ലൈഫ് ടൈമിൻ്റെ കാര്യത്തിൽ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ചില അബദ്ധങ്ങൾ പറ്റാം. അവർ ചില മേഖലകളിൽ ഏതെങ്കിലും ഇപ്പോൾ മ്യൂസിക് മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖല ഏതാണോ ആ മേഖലയിൽ നിങ്ങൾ എക്സ്പേർട്ടാണ്, വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പേർട്ട്നെസ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണയിൽ എന്ത് വന്നാലും അതിനെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകും ബിക്കോസ് ഓഫ് ഓവർ കോൺഫിഡൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു നല്ല ഡ്രൈവിംഗ് എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവിംഗ് നല്ല ഏത് വണ്ടിയും നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കാനും ഐ എം സോ എക്സ്പേർട്ട് എന്നൊക്കെ സ്വയം ധരിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. സോ അത്തരക്കാർക്കൊക്കെ ചിലപ്പോൾ ചില വലിയ വലിയ അബദ്ധങ്ങളൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടാൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. വണ്ടി സ്റ്റാർട്ട് ചെയ്തതേ ഓർമ്മയുണ്ടാകത്തുള്ളൂ, പിന്നെ എങ്ങോട്ട് പോയി എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ആ ഒരു എക്സ്പേർട്ട്നെസ് പലപ്പോഴും നമ്മളെ എന്താ ചെയ്യുക, ഓവർ കോൺഫിഡൻസിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മളുടെ ശ്രദ്ധക്കുറവിലേക്ക് അത് നയിക്കുമെന്നുള്ളതാണ്. എത്ര എക്സ്പേർട്ട് ആണെങ്കിലും ശരി, ആസ് പെർ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഇനി ട്രേഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് എന്ത് തന്നെ ഓരോ ദിവസവും പുതുമയാണ് എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകും. സോ ദിസ് എന്താ പറയുക, ഓവർ കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് നന്നല്ല. ഇതിന് മാർക്കറ്റിൽ പറയുന്ന പേരാണ് ഓവർ കോൺഫിഡൻസ് ബയാസ്. അപ്പോൾ അവിടെ അതിന് പ്രശ്നം എന്താണ്, ഒരു സ്ഥിരമായിട്ട് നിങ്ങളൊരു 4-5 ട്രേഡ്സ് എടുക്കുന്നു, എല്ലാം വിന്നിങ് സ്ട്രീക്കിലേക്ക് പോകുന്നു, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് സ്വയം കോൺഫിഡൻസ് വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നു, വീണ്ടും ഓവറായിട്ട് നിങ്ങൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു, ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല, വരും വരായികൾ ശ്രദ്ധിക്കില്ല. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക് നേച്ചറാണ്. ഞാൻ പറയുന്ന പർട്ടിക്കുലർ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ചാർട്ട് വ്യൂവോ അല്ലെങ്കിൽ ഈവൻ ഫണ്ടമെൻ്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ മാത്രം മാസ്റ്റർ ആയാൽ പോരാ. നമ്മൾ അതിലൊക്കെ മാസ്റ്റർ ആയിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് എന്ത് പറ്റുന്നു, ഈ പറയുന്ന ഓവർ കോൺഫിഡൻസ്. അത് തീർച്ചയായിട്ടും ആസ് എ ട്രേഡർ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാലോ, എനിക്ക് ആ ഓവർ കോൺഫിഡൻസ് ബയാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ അത് തള്ളി വരും. ഞാൻ പരമാവധി അതിനെ അടക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികം, നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ ഒരു ഓവർ കോൺഫിഡൻസ് പലപ്പോഴും ഈവൻ റീസെൻ്റ്ലി പോലും എന്നെ എന്താ പറയുക ലോസിലേക്ക് നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. എന്താണ്, നമ്മൾ ആദ്യത്തെ ബയാസ് പഠിച്ചു, കൺഫർമേഷൻ ബയാസ്, രണ്ടാമത് ഓവർ കോൺഫിഡൻസ് ബയാസ്. അപ്പോൾ ഈ ഓവർ കോൺഫിഡൻസും കൺഫർമേഷൻ ബയാസും നമ്മൾ ഒഴിവാക്കണം. അടുത്തത് മൂന്നാമത്തെ ബയാസ്. നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ടും നമ്മൾ ചില വസ്തുക്കളുണ്ട്, ഒരു ഉപയോഗവും ഇല്ലാത്ത വസ്തുവാണെങ്കിലും നമ്മുടെ വീട്ടിലെ നല്ല സ്പേസസ് ഒക്കെ പാഴടഞ്ഞ് പോകുന്ന ഒരു തരത്തിൽ അതങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. വർഷങ്ങളോളം നമ്മൾ എന്താ പറയുക അങ്ങനെ വെച്ചേക്കും. എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്ലഷർ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ അത് കളയാൻ മനസ്സ് വരില്ല എന്നുള്ള ഒരു വസ്തുവിനെയും എന്താ പറയുക, കളയേണ്ടതിന് കളയുക തന്നെ വേണം എന്നൊരു തിയറി ഉണ്ടല്ലോ. അത് പലപ്പോഴും എന്താ പറയുക ചെയ്യാറില്ല. ഇതെല്ലാവർക്കും കോമൺ പീപ്പിൾ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബയാസ് ചിലപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കെന്തായാലും ഉണ്ട്. അത്തരം ഈ കോമൺ ലൈഫിലുള്ള ബയാസ് എനിക്കും ഉണ്ട്. എന്താണ്, ഈ പറയുന്ന സാധനങ്ങളെ, ഇപ്പോൾ ഒരു ഷൂ ഉണ്ട്, അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും, അത് വേസ്റ്റ് ആയാൽ പോലും ചിലപ്പോൾ അത് ഇരിക്കട്ടെ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പഴയ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗശൂന്യമായ
മോശമായ ഒരു പഴയ വസ്തു, അതിപ്പോൾ ടേപ്പ് റെക്കോർഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് സ്ഥലം അവിടെ ഒക്കുപ്പൈ ചെയ്യുന്നത് വേസ്റ്റാണ്, പൊടിയടിക്കുന്നു ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അത് സ്ക്രാപ്പിന് കൊടുക്കാതെയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ വെച്ചേക്കാം, വർഷങ്ങളോളം കെട്ടി വെച്ചേക്കുന്ന ഒരു തരം ബയാസ്. സോ അതും ഒരു കൈൻഡ് ഓഫ് ബയാസ്. അതിനാണ് റിസ്ക് അവേർഷൻ ബയാസ് ഇൻ ടേംസ് ഓഫ് ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൽ അതിനെ എങ്ങനെ പറയുന്നു? നമ്മൾ സിമ്പിളായിട്ട് SL വെച്ചാലും സ്റ്റോപ്പ് ലോസ് വന്നാലും ലോസ് പോയാലും പിന്നെയും തിരിച്ച് കയറി വരുമെന്നുള്ള തോന്നൽ, അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ ഉൾമനസ്സ് നമ്മളോട് പറയുന്നുണ്ട് ആ ലോസ് നമുക്ക് പിന്നെ റിക്കവർ ചെയ്യാം, പ്രോബ്ലം ഇല്ല, നൗ യു എക്സിറ്റ് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരാളിരുന്ന് പറയുന്നുണ്ട്, നമ്മുടെ നോളജ്. പക്ഷേ നമ്മുടെ ബയാസ് എന്ത് സംഭവിക്കുന്നു? അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആ മേലും ലോസിലേക്ക് തന്നെ നമ്മളെ നയിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. സോ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്നാണ് ഷെയർ മാർക്കറ്റിൽ പറയുന്നത്. അത് എക്സ്പേർട്സ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് അവരതിനൊരു ടേം കൊടുത്തിരിക്കുന്നത്. എന്താണ്? ലോസ് അവേർഷൻ ബയാസ്. ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോസ് അവേർഷൻ ബയാസ് അല്ലെങ്കിൽ റിസ്ക് അവേർഷൻ ബയാസ്. റിസ്കിനെ ഒഴിവാക്കാനുള്ള മാനസിക നില ഇല്ലായ്മ. ലോസ് വന്നാലും ഇനിയും തിരിച്ചു കയറും. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ ഹാപ്പിനെസ്, നമ്മൾ എത്രത്തോളം എക്സിറ്റ് ചെയ്യാൻ കാണിക്കുന്ന എന്തൂസിയാസം, ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കില്ല എന്നുള്ളതാണ് സാരം, ചുരുക്കി പറഞ്ഞാൽ. സോ അതും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒരു ബയാസാണ്, നിങ്ങൾ എഴുതി വെക്കേണ്ടുന്ന ബയാസാണ്. നമ്മൾ മൂന്നാമത്തെ ബയാസ് പറഞ്ഞു കഴിഞ്ഞു, റിസ്ക് അവേർഷൻ അല്ലെങ്കിൽ ലോസ് അവേർഷൻ ബയാസ്. ഓക്കെ, അടുത്ത ബയാസ് എന്താണ്? നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ തുടങ്ങാം. നമ്മുടെ മനസ്സിൽ ചില ധാരണകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യത്തിനെയും മുൻധാരണയോടുകൂടി നമ്മൾ സമീപിക്കുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലേ? ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഓക്കെ, അവിടെ നമ്മൾ മെനു കാർഡ് നമ്മുടെ കയ്യിൽ തരുന്നു. സപ്പോസ് മെനു കാർഡ് നോക്കുമ്പോൾ ഓരോന്നിനും വില, അയ്യോ ഇത് ഇത്ര വലിയ വിലയാണ്. അപ്പോൾ ഒന്നും നോക്കുമ്പോൾ 2000 രൂപ വില, ഈ ഒരു ഡിഷിന് 2000 രൂപ വില, അത് വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നോക്കുമ്പോൾ 2000 നിന്ന് നേരെ താഴെ 800 രൂപ വിലയുള്ള വേറൊരു ഡിഷ് കാണുന്നു. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ 2000 രൂപ കണ്ടിടത്ത് നമുക്ക് നേരെ ഉടനെ അടുത്ത് കാണുന്ന ഇത്ര 800 രൂപയുടെ ഒരു ഡിഷാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് തമ്മിലുള്ള വേരിയേഷൻസ് ഹ്യൂജായിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു? 2000-ക്കാളും വളരെ വിലക്കുറവിലാണ് ഈ ഒരു ഡിഷ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിലെന്താ നമ്മൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ഡിഷിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ പോകുന്നു, ബേസ്ഡ് ഓൺ അവർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഇതിലേക്ക് ഫിക്സ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ തോന്നലുകളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടുന്നു. ശരിക്കും നമ്മുടെ ബഡ്ജറ്റ് എത്രയാ? 500 രൂപയേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കോമഡി. നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ 500 എന്നല്ല, നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 500 രൂപയെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ പ്ലാൻ എല്ലാം ഓട്ടോമാറ്റിക്കലി ചേഞ്ചായി. സോ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. ഇതിന് നമ്മൾ ആങ്കറിങ് ബയാസ് എന്ന് പറയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റിക്ക് ഓൺ ആയി പോകുന്ന സാഹചര്യം. നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു വലിയ ഇത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മളുടെ ചേഞ്ച് ഓഫ് മൈൻഡ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ഏതിലേലും നമ്മളുടെ മൈൻഡ് ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അതാണ് ആങ്കറിങ് ബയാസ്. നമ്മൾ ഷിപ്പൊക്കെ ആങ്കർ ചെയ്യാൻ എന്താ ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുന്ന ഷിപ്പ് നമ്മൾ ഒരിടത്ത് നിർത്തുകയാണ്, നമ്മൾ ആങ്കർ ഇടുന്നില്ലേ? സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഷിപ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യത്തില്ല, അല്ലേ? അപ്പോൾ ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് മാത്രം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. ഷെയർ മാർക്കറ്റിൽ നമുക്കിതിനെ എങ്ങനെ കാണാം? ഷെയർ മാർക്കറ്റിൽ നമ്മൾ പല തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പേരിൽ ആ ഒരു കമ്പനി നെയിം, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ, ഇത്തരം വിഷയങ്ങളിലായിരിക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുതലും പോവുക. ഓക്കെ, നിങ്ങൾക്ക് പേരറിയാത്ത സ്റ്റോക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അറിയുന്ന സ്റ്റോക്സിനെ പറ്റിയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മൾ പല ഇൻഫർമേഷൻസും കേട്ടിട്ട്, ഇപ്പോൾ നെസ്ലെ, റിലയൻസ്, ടാറ്റ എന്ന് പറഞ്ഞാൽ ടാറ്റയിൽ തന്നെ ഒരു 100,000 സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ദ നെയിം അതിലങ്ങ് നമ്മൾ ഉടക്കി നിൽക്കുകയാണ്.
അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ. പക്ഷേ ഇതിനകത്ത് പോയി പഠിച്ച് മനസ്സിലാക്കാനൊന്നും നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളെ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തെ, നമ്മൾ വിശ്വസിക്കുന്നതിനെ നമ്മൾ ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ആങ്കറിങ് ചെയ്യുന്ന ഒരു സാഹചര്യം. സോ അത്തരം ഒരു എന്താ പറയുക, ഒരു ഫിക്സഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇതാണ് പലപ്പോഴും എന്താ പറയുക, പ്രൈസ് ആക്ഷൻ മാത്രം ചെയ്യുന്നവർക്ക് പറ്റിപ്പോകുന്ന ഒരു പ്രോബ്ലമാണ് ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത്. കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ, ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ 100% ബ്രേക്കൗട്ടാണ് എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയുക. ഓൾവേസ് കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് ആകും എന്നുള്ള ഈ ഒരു ആങ്കറിങ്, അവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ മൈൻഡ്. അത്തരം മൈൻഡിനെ ട്രാപ്പ് ചെയ്യാനാണ് ഇപ്പോഴത്തെ സ്മാർട്ട് മണി കൺസെപ്റ്റുകളൊക്കെ രംഗത്തുള്ളത്. അവരൊന്ന് ട്രാപ്പ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് കുറച്ച് കൊണ്ടുപോകും, നമ്മളവിടെ ചാടി കയറുകയും ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഷടയും താഴെ. സോ അപ്പോഴും എന്ത് സംഭവിക്കുന്നു, അപ്പോൾ ആങ്കറിങ് ബയാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രവണതയും ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് എക്സ്പേർട്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിൻ്റെ പേര് ആങ്കറിങ് ബയാസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണാറുള്ള ഈ ഫുഡ് വ്ളോഗേഴ്സിനെ കണ്ടിട്ടില്ലേ? ഫുഡ് വ്ളോഗേഴ്സ് എവിടെ പോയി ഫുഡ് വ്ളോഗിങ് ചെയ്താലും നമ്മൾ ഈ വ്ളോഗേഴ്സൊക്കെ ഏതെങ്കിലും ഒരു ഫുഡ് വെണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു തട്ടുകട, ഇതിൻ്റെയൊക്കെ അതിനെ പോയിട്ട് പറയുന്നു നല്ല ഫുഡാണ്, നല്ല ആഹാരമാണ്, എനിക്ക് വളരെ ഇഷ്ടമായി, അങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നതാണ്, കുറവാണ്, കൂടുതലാണ്, ഇതൊക്കെ പറയുന്നതിനനുസൃതമായിട്ട് ഉടനെ തന്നെ പിന്നെ അവിടെ സാധാരണ അത് വർഷങ്ങളായിട്ടൊരു ഗ്രാജുവൽ ലെവലിൽ പോയിക്കൊണ്ടിരുന്നതായിരിക്കാം. ഓൾ ഓഫ് എ സഡൻ എന്ത് സംഭവിക്കുന്നു, പെട്ടെന്ന് അവിടെ ഒരു ക്രൗഡ് പുള്ളിങ് ഉണ്ടാകുന്നു അല്ലേ? അവിടെ പിന്നെ നമ്മൾ അതുവഴി നമ്മൾ പാസ് ചെയ്ത് പോവുകയാണെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും, നിങ്ങൾ തന്നെ കണ്ടു നോക്കിയാൽ ആ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഒരു ക്യൂ ആൾക്കാരുടെ മൈൻഡിൽ എന്താണ്, അവിടെ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. അവർ ഒൺലി ബേസ്ഡ് ഓൺ എന്തിനെ പുറത്താണ്, എന്താ പറയുക, ഒരു വ്ളോഗിൻ്റെ ബേസിസിലാണ് അവരവിടെ പോയി നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യത്തെ അവർ മറന്നു പോകുന്നതാണ് ഒരു സത്യം അല്ലേ? ഇത്തരം ബയാസിനെ പറയുന്ന പേരാണ് ഹെർഡ് മെൻറ്റാലിറ്റി. ഹെർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പാരമ്പര്യം അല്ലെങ്കിൽ ഹെർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ട്രേഡിങ്ങിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഹെർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ ബ്രേക്കൗട്ട് വന്നു ഉടനെ ഇപ്പോൾ ന്യൂസ് സോഷ്യൽ മീഡിയാസിലും ഇതിലുമൊക്കെ ന്യൂസ് വരികയാണ്, ഇന്ന കമ്പനിയുടെ ഷെയർ ഇന്ന ഇത്ര രൂപയ്ക്ക് ആരൊക്കെ വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്നത് ബ്രേക്കൗട്ടിലേക്ക് വരാൻ പോകുന്നു, 5 വർഷത്തിലെ ബ്രേക്കൗട്ട്, 2 വർഷത്തിലെ ബ്രേക്കൗട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക മാർക്കറ്റ് മാനിപ്പുലേറ്റിംഗ് ന്യൂസസ്. അതിൽ സത്യം കുറച്ചും അത് കൂടുതലും ബാക്കി പൊലിമയും മാത്രം ഉണ്ടായിരിക്കാം, മേ ബി ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടെവർ. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യും, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അതിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ള ഒരു ബയാസ്, ഇതിനെയാണ് ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇതും ഒരു കൈൻഡ് ഓഫ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെവിടെ പോയി, നിങ്ങളിലെ അനലൈസർ എവിടെ പോയി, നിങ്ങളിലെ സ്റ്റുഡൻ്റ് എവിടെ പോയി, നിങ്ങളിലെ ട്രേഡർ എവിടെ പോയി, ഇത് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഇത്തരം ബയാസിൽ ഞാനും ഉറപ്പായിട്ടും ആസ് എ ട്രേഡർ ഞാൻ ഇതിലും ഇല്ല എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം എഴുതി വച്ചിട്ട് നിങ്ങൾ ആത്മപരിശോധന നടത്തി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ബിഫോർ എൻ്ററിങ് ട്രേഡ് എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഒരു കൺവിക്ഷൻ, അത് അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ന്യൂസ് കണ്ടതിൻ്റെ ബേസിസിലാണ്, ഇന്ന ഒരു റിപ്പോർട്ടഡ്ലി എല്ലാവരും ഇന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് അത് ബൈയിങ്ങിലേക്ക് പോകുന്നു, സോ ഞാനും പോകുന്നു എന്നുള്ളത് വിട്ടു നിർത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. അത് ശരിയോ ആവാം, അത് എല്ലാം തെറ്റെന്ന് സമർത്ഥിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് സമർത്ഥിക്കാനോ ആളല്ല ഞാൻ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തെയാണ് പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യൂവും കൂടി അതിനകത്ത് കൊണ്ടുവരിക, ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളൊരു ട്രേഡർ, അപ്പോൾ അതിലുണ്ടാകുന്ന പ്ലസ് ഓർ മൈനസും നമ്മൾക്ക് ഉൾക്കൊള്ളാനൊരു പ്രാപ്തി ഉണ്ടാകും നമുക്ക്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇനിയൊരാൾ ശരിക്കും അദ്ദേഹം ശരിയായി തന്നെയായിരിക്കും ഗൈഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്തതും ശരി തന്നെയായിരിക്കും, നിങ്ങളും അവരെ ഫോളോ ചെയ്തതിൽ തെറ്റൊന്നും കാണില്ല.
പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്രോബ്ലം വന്നു പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ പ്രോബ്ലത്തിന് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അറിഞ്ഞ ന്യൂസോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ അവരെയൊക്കെ ഓവറായിട്ട് നിങ്ങൾ കേഴ്സ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കാം സംഭവിക്കുക. സോ അത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലോണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെൻ്റലി ആൻഡ് ടെക്നിക്കലി വാട്ട് എവർ ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ ട്രേഡിങ്ങിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയാവുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരാൻ പാടുള്ളൂ, 100% പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഈ മഴക്കാലമൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അപ്പം നമുക്കൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും അല്ലേ? എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞു പോയ 2 ദിവസം അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും ഇന്നത്തെ ദിവസം മഴ പെയ്തു. സ്വാഭാവികമായിട്ടും അപ്പം നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ടാവും, എന്താ ഈവനിങ്ങിലും അപ്പം മഴ കാരണം സാധ്യതയില്ല, അത് മഴക്കാലം തന്നെ ആയിരിക്കാം. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മഴയ്ക്കുള്ള പ്രിപ്പറേഷൻസ് എടുത്തിട്ട് ഒന്നുകിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ടിങ്, അവിടെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം, അത് നമ്മൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വരാം. ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാം. പക്ഷേ ക്യാൻസൽ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾക്ക് മനസ്സിലാകുന്നത് മഴയില്ലാണ്ട് പോകുന്നു. സോ ഇത്തരത്തിലുള്ള ജീവിതാനുഭവത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളുടെ കഴിഞ്ഞു പോയ പാസ്റ്റ് ഇവാലുവേഷനെ ബേസിസിൽ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ ആ പാറ്റേൺ, ആ ഒരു പ്രോസസ് ഫ്ലോയെ പറയുന്ന പേരാണ് റീസെൻസി ബയാസ്. എന്താണ് റീസെൻസി ബയാസ്? എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതും പറയുന്നത്, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ, ഇനി ഷെയർ മാർക്കറ്റിൽ എങ്ങനെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ട്രേഡേഴ്സ് നമ്മളൊക്കെ റീസെൻ്റ്ലി നടന്ന ഇവൻറ്റ്സ്, തൊട്ട് റീസെൻ്റായിട്ടും സംഭവിച്ച ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ന്യൂസ് കേട്ടു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ റീസെൻ്റ്ലി സംഭവിച്ച ഒരു പ്രൈസ് ആക്ഷൻ കാരണം അത് ചിലപ്പോൾ അപ്സൈഡ് പോയതായിരിക്കാം. പോയിട്ട് വീണ്ടും അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ കുറച്ചൊരു ലോവർ എൻഡിലേക്ക് വരുന്ന സാഹചര്യത്തിലോ നമ്മളുടെ ഒരു തോന്നലുണ്ടാവാം, ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോകും. ഉദാഹരണത്തിന് ഗോൾഡിൻ്റെ കാര്യം എടുക്കാം. റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു 2-3 വീക്സ് ബാക്ക് എന്താണ് സംഭവിച്ചത്? ഗോൾഡ് ഹെവി ആയിട്ട് കയറിപ്പോയി അല്ലേ? അപ്പോൾ അങ്ങനെ കയറിപ്പോയി, സിൽവർ കയറിപ്പോയി, ഗോൾഡ്, കോപ്പർ, അത് ഇത് എവറിത്തിങ്, മെറ്റൽ ഇൻഡസ്ട്രി മുഴുവനും അങ്ങ് സ്കൈ റോക്കറ്റ് ചെയ്ത് പോയി. അങ്ങ് റോക്കറ്റിൽ കയറി അങ്ങ് ചന്ദ്രനിൽ ഇറങ്ങി ഗോൾഡ് അവിടെ ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് പലർക്കും തോന്നിയത്, ഓഹോ ഗോൾഡ് അവിടെ അവിടെ ഇറങ്ങാൻ തുടങ്ങി എന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല. അതിനുള്ളിൽ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് പേര് അതിനകത്തേക്ക് ചാടിക്കയറി. എന്താ സംഭവിച്ചത്? സഡൻ അടുത്ത നിമിഷം തന്നെ അല്ലെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അത് താഴെ വീഴാൻ ശ്രമിച്ചു. അത് വീഴുന്നത് എങ്ങനെയാണ്? അതിശക്തമായ രീതിയിൽ അത് കീഴ്പോട്ടേക്ക് പതിച്ചു. അപ്പോൾ ഓൾവേസ് റീസെൻ്റ്ലി സംഭവിച്ചത് അല്ലെങ്കിൽ പാസ്റ്റ് ഡേറ്റ ബേസിസിൽ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു കൈൻഡ് ഓഫ് റീസെൻസി ബയാസ് എന്ന് പറയുന്നു. അല്ലെ, റീസെൻസി ആ വേർഡിൽ തന്നെയുണ്ട്. റീസെൻ്റ്ലി നടന്ന ഒക്കെ വിഷയങ്ങളെ ബേസിസിൽ നമ്മൾ മുൻവിധി എടുക്കുന്നത് തെറ്റാണ്. നമ്മൾ കൂടുതൽ എപ്പോൾ നമ്മൾ ട്രേഡിലേക്ക് പോയാലും ആ നിമിഷം അല്ലെങ്കിൽ അവിടെ ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിന് എന്താണ് അതിൻ്റെ ബാക്ക് എൻഡ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ്, അതിൻ്റെ ടെക്നിക്കൽ എന്താണ്, അതിൻ്റെ ബയർ സൈഡ് എന്താണ്, അതിൻ്റെ ടെൻഡൻസി ടുവേഴ്സ് എങ്ങോട്ടാണ്, അത് ഓവർ സോൾഡ് ആണോ അല്ലെങ്കിൽ ഓവർ ബോട്ട് ആണോ, അത് കറക്ഷനിലേക്ക് സാധ്യതയുണ്ടോ, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ബയാസിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത്തരം ബയാസിലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇൻ അവർ ലിസ്റ്റ് ഈസ് ഫെമിലിയാരിറ്റി ബയാസ്. എന്താണ് ഫെമിലിയാരിറ്റി ബയാസ്? ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ, ഫെമിലിയർ ആയിട്ടുള്ളത്, നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മെൻറ്റർ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നത് ഇതാണ്, എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഇതാണ്, ഞാനിത് ഉപയോഗിക്കുന്നു. എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന സാധനം ഞാനിത് ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ ഈ പാർട്ടിയുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ്, ഈ പാർട്ടിയുടെ ആളാണ്, എൻ്റെ അച്ഛൻ ഈ പാർട്ടിയാണ്, എൻ്റെ മുത്തച്ഛൻ ഈ പാർട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിലാണ്. ഞാൻ ഏത് പാർട്ടിയെന്ന് പറയുന്നില്ല. ഞാൻ ഈ പാർട്ടിയാണ് അല്ലെങ്കിൽ ഈ പാർട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. സോ അതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്? അവരെന്തറിഞ്ഞിട്ടാണ്? അവരുടെ പ്രീവിയസ്
അവരുടെ പ്രെഡിസിസേഴ്സ് എന്താണോ അതിനെ ഫോളോ ചെയ്തു അതിനപ്പുറം അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. ഇത് പല രീതിയിലും ഒരുപാട് പേർക്ക് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഇത്തരം ബയാസസ് ഉണ്ടാവും. ഇതാണ് ഫ്രണ്ട്സ് ഇന്നത് ചെയ്യുന്നു, ഞാനും അത് ചെയ്യുന്നു, ആ ഫ്രണ്ട് ഇത് ചെയ്യുന്നു, ഇത് ഞാൻ ചെയ്യുന്നു, എനിക്കറിയുന്നത് ഇതാണ്, ഞാൻ ഇത് ചെയ്യുന്നു, എനിക്ക് ഇന്നതാണ് പറഞ്ഞു തന്നത്, ഞാൻ അതുപോലെ ചെയ്യുന്നു. സോ ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ ഇപ്പോൾ എല്ലാവരും അവിടെ ചെയ്യുന്നു, ഞാനും ഇവിടെ ചെയ്തു, അതുകൊണ്ട് എനിക്കിങ്ങനെ എന്താ പറയുക, അത്തരത്തിലുള്ള ബയാസസ് നമ്മൾ ഒഴിവാക്കണം. ഈ എല്ലാ ബയാസും വിരൽ ചൂണ്ടുന്നത് ഒരിടത്തേക്ക് തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഹോംവർക്ക് നടത്തുന്നു എന്നുള്ളതിലാണ് ശരിക്കും നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ പേഷ്യൻസ്, ഇതെല്ലാം നിങ്ങളുടെ എന്താ പറയുക, ഏർജ് ടു ഏൺ മോർ, ഓവർനൈറ്റ് കൊണ്ട് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള തോട്ട്, ചെറിയ കാശ് ക്യാപിറ്റൽ വെച്ചിട്ട് ഡെയിലി എനിക്ക് വലിയ ഇൻകം ഉണ്ടാക്കണം എന്നുള്ള തോട്ട്, ഇത്തരം തോട്ട്സുകളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അത് നിങ്ങൾ മാറ്റി വരച്ചിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ്, പവർ ഓഫ് പേഷ്യൻ്റ് ട്രേഡിങ് എന്ത്, ഇത്തരം വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തുക. ഫണ്ടമെൻ്റൽ അനാലിസിസ് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. ടെക്നിക്കൽ അനാലിസിസും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആണ്, ശരി തന്നെയാണ്. എന്താ പറയുക, ബേസിക്കലി നിങ്ങൾ അതിനെപ്പറ്റി, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു അവയർനെസ്, അങ്ങനെ വലിയ രീതിയിലുള്ള ഡീറ്റെയിൽ ഒന്നും വേണ്ട, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ പോലും നമുക്ക് അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ ഇത്തരം വിഷയങ്ങളൊക്കെ ആവശ്യമാണോ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പോലും ഞാൻ കരുതുന്നില്ല. പക്ഷേ എനിക്ക് ആസ് എ മെൻറ്റർ ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിൽ നിന്നും ഏത് തരം ബയാസാണ് നിങ്ങളെ പിടിപെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, പുതിയ മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.